ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. എല്ലാവരും സന്തോഷത്തോടെ ആഘോഷത്തോടെ ആ വിഷുക്കണി കാണാൻ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കൈതൊഴുത് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു കരിമൂർക്കൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്നു. ഋതിക ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുകയും ആ കരിമൂർക്കനെ കണ്ടതും അയ്യോ പാമ്പ് പാമ്പ് എന്നും പറഞ്ഞ് ഋതിക അങ്ങ് അലറി കൂവാണ്. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന എല്ലാവരും പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നതോ വിഷുക്കണി ഒരുക്കിയിരിക്കുന്നതിനകത്ത് ഭഗവാൻ കൃഷ്ണന്റെ മുന്നിൽ പത്തി വിടർത്തി നിൽക്കുന്ന കരിമൂർക്കനെയാണ്. എല്ലാവരും ഭയത്തോടെ അയ്യോ അയ്യോ പാമ്പ് പാമ്പെന്ന് വിളിച്ച് കൂവാണ്. അംബികയും മകനും ഒന്നും അറിയാത്ത പോലെ അയ്യോ പാമ്പ് പാമ്പെന്ന് അവരും പറയുവാണ്. നമ്മുടെ വേണുവേട്ടൻ മാത്രം ഒരു ഭയമില്ലാതെ നിൽക്കുക. അദ്ദേഹം പറയുവാണ്, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ആരും പേടിക്കണ്ട, നിങ്ങളെല്ലാവരും പുറത്തോട്ടൊന്ന് പോയിക്ക്, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അങ്ങനെ എല്ലാവരെയും നിർബന്ധിച്ച് വേണുവേട്ടൻ പുറത്തോട്ട് പറഞ്ഞു വിടുവാണ്. എടാ കരിമൂർക്ക, കാളിയമർദ്ദനം ആടിയവൻ്റെ മുന്നിൽ വന്നപ്പോഴേ നീ ആ ബഹുമാനം മറന്നില്ലല്ലോ. നിന്നെ ഞാൻ ഫോറസ്റ്റിൽ കൊണ്ടുവന്നാക്കാം. ഭഗവാന്റെ മറ്റൊരു മായയായത്. നീ ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞ ആ കരിമൂർക്കനെ വേണുവേട്ടനെ അങ്ങ് പിടിച്ചിട്ട് കയ്യിലിരുന്ന ആ ചാക്കിനകത്തോട്ടാക്കുവാണ്. ഇതെല്ലാം അംബികയും മകനും അവിടെ മറഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അംബിക ദീപക്കിനെ കളിയാക്കിക്കൊണ്ട് പറയാം, എടാ നിന്റെ പാമ്പ് കളി കഴിഞ്ഞ് ഇനി പോകാം വാടാ എന്നും പറഞ്ഞ് മോനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ആ വിഷുപ്പുലരിയിൽ എല്ലാവർക്കും വിഷുക്കൈ നീട്ടവും പുതുവസ്ത്രവും കൊണ്ട് പ്രതാപൻ ഇങ്ങനെ ഇരിക്കുവാണ്. സീനിയാരിറ്റി അനുസരിച്ച് വേണുവേട്ടനാണ് ആദ്യം വിഷുക്കൈ നീട്ടം തരാൻ പോകുന്നത് എന്നിങ്ങനെ പ്രതാപൻ പറയുമ്പോൾ വേണുവേട്ടൻ പറയുക, ശരിയാണ്, കണക്ക് പറയുമ്പോൾ ഞാനാണ് ഇവിടെ എല്ലാവരേക്കാളും മൂത്തത്. അപ്പം ഞാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം തരേണ്ടത്. ഇതിൽ സീനിയാരിറ്റി ഒന്നും നോക്കണ്ട സാറേ, സാർ ആദ്യം പിള്ളേർക്ക് കൊടുക്ക്. വേണുവേട്ടൻ പറഞ്ഞതാണ് അതിൻ്റെ ശരി. ഇവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ അപ്പുമോള, അവളാണെ കമ്പൈൻ സ്റ്റഡിക്ക് പോയിരിക്കുക. അതുകൊണ്ട് അവൾക്കിവിടെ വരാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് മോളും രാജു ഇങ്ങി വാ. അങ്ങനെ പ്രതാപൻ ഋതിയയ്ക്കും രാജുവിനും വിഷുക്കൈ നീട്ടവും പുതുവസ്ത്രവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കടന്തൽ കുത്തിയ പോലെ മുഖം വീർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ദീപക്കിനെയാണ് വിളിക്കുന്നത്. ദീപക്കിനും കൈനീട്ടവും പുതുവസ്ത്രവും കൊടുത്തു. അതിനുശേഷം ജയനും പ്രിയയ്ക്കും യാമിനിക്കും വേണുവേട്ടനും രാധമ്മയ്ക്കും ശേഖരനും എല്ലാം കൈനീട്ടവും പുതുവസ്ത്രവും കൊടുക്കുവാണ്. ഒട്ടും താല്പര്യമില്ലാതെ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അംബിക. അങ്ങനെ അംബികയെ വിളിച്ചും കൈനീട്ടവും പുതുവസ്ത്രവും കൊടുത്തു. വീണ്ടും അവിടെ പുതുവസ്ത്രം ഇരിക്കുന്ന അംബിക കാണുന്നുണ്ട്. ഇതിനി ആർക്കായിരിക്കും എന്നിങ്ങനെ അവൾ ചിന്തിക്കുമ്പോൾ പ്രതാപൻ ഋതിയെ വിളിച്ചിട്ട് പറയുക, മോളും രാജു ഇങ്ങി വന്നേ, ദാണ്ട് ഇതേ എൻ്റെ ജീവൻ രക്ഷിച്ച സിസ്റ്റർ പവിത്രയ്ക്കാണ്. അത് കേട്ടപ്പോൾ ഋതിയുടെയും രാജുവിൻ്റെയും മുഖത്ത് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. അംബികയ്ക്കും മകനും വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അവർക്കറിയാവത് പത്മാവതിയാണെന്ന്. മോളെ ഇത് ഞാൻ തന്നതാണെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. അത് കേട്ട് ശരിയച്ച എന്നും സന്തോഷത്തോടെ നിൽക്കുവാണ് ഋതിയൻ രാജു. അംബികയ്ക്ക് സഹിക്കുന്നില്ല. പ്രതാപ, അവൾക്ക് വിഷുക്കോടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യം ഉണ്ട് ചേച്ചി. ഇന്ന് എൻ്റെ ശരീരത്തിൽ നിലനിൽക്കുന്ന ജീവനെ അവരുടെ കാരുണ്യം കൊണ്ടാ. രക്ഷിച്ചത് ആരായാലും അവരെ ഞാൻ മറക്കില്ല. അംബികയുടെ മുഖത്ത് അടിയേറ്റതുപോലെ ഇങ്ങനെ നിൽക്കുക. സ്നേഹത്തിൻ്റെയും നന്മയുടെയും 1000 കണിക്കൊന്ന പൂക്കൾ ഉണ്ടാകേണ്ടത് മനസ്സിലാണ്. യാമിനിക്കും ശേഖരനുമാണെങ്കിൽ അംബികയെ നോക്കി ദേഷ്യം കൊണ്ട് വയ്യ. ഏതൊരു നല്ല കാര്യം നടക്കുമ്പോൾ ഈ പെണ്ണും പിള്ള ഇടങ്ങേറും കൊണ്ട് വരുമല്ലോ എന്നുള്ള ഭാവത്തിൽ പല്ല് കടിച്ച് നിൽക്കുവാണ് യാമിനി. ദീപക്ക് പാമ്പിനെ വാങ്ങിച്ച ഫോറസ്റ്റ് വാച്ച്മാൻ വന്ന് ദീപക്കിനോട് വഴക്കുണ്ടാക്കുമെന്ന്. താൻ കാര്യം പറയണു, ഞാൻ തന്ന പാമ്പ് എവിടാ? എനിക്കെൻ്റെ കരിമൂർക്കനെ കിട്ടണം. ഓ പിന്നെ ഒരു കരിമൂർക്കൻ? എടോ, തന്നോട് ഞാൻ ആവശ്യപ്പെട്ടതേ ഒരു കടിക്കുന്ന കരിമൂർക്കനെയാ. എന്നിട്ട് താൻ കൊണ്ടുവന്ന് തന്നതോ ഒരു കോമാളിപ്പാമ്പിന്. ആ പാമ്പാണെങ്കിലോ ഒരു സമാധാനപ്രിയന്. പിന്നെ സമാധാനപ്രിയൻ. പാമ്പ് കൊത്തണമെങ്കിലേ അതിൻ്റെ എതിരെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പാമ്പിന് ശത്രുവായിട്ട് തോന്നണം. ചവിട്ടിയാൽ പാമ്പ് ഉറപ്പായിട്ടും കടിക്കും. ഇനി അതെന്തോ ആയിക്കോട്ടെ, അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എൻ്റെ പാമ്പിനെ കിട്ടണം. അല്ലെങ്കിൽ എനിക്കിപ്പോൾ 50,000 രൂപ തരണം. പിന്നെ 50,000 രൂപ? അതെ, 50,000 രൂപ. എൻ്റെ പാമ്പിന് മാർക്കറ്റിൽ എത്ര രൂപ വിലയുണ്ടെന്നത് എനിക്കറിയാവോ? ഞാനാണെങ്കിൽ അട്ടയുടെ കടിയും കൊണ്ട് കാട്ടിൽ പോയി പിടിച്ചോണ്ട് വന്നതാ കരിമൂർക്കനെ. പാമ്പിനെ നീ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോ, പക്ഷേ കൊല്ലരുതെന്ന് മാത്രം. എനിക്കിപ്പോൾ 50,000 രൂപ നീ തന്നേ പറ്റൂ. എനിക്ക് തരാനൊന്നും പറ്റില്ലടാ. ആഹാ, നിനക്ക് തരാൻ പറ്റില്ലേ? എങ്കിൽ നിന്റെ ബെഡ്റൂമിലും നിന്റെ അമ്മയുടെ ബെഡ്റൂമിലും ഞാൻ 2 പാമ്പിനെ കൊണ്ടുവന്നിടും. അതും ഇന്ന് രാത്രി തന്നെ ഞാൻ കൊണ്ടുവന്നിടും. നീ കൊണ്ടുവന്ന് ഇട്ടോടാ. നീ തന്ന ക്രീമില്ലേ, അത് ഞങ്ങൾ 2 പേരും അങ്ങ് ഉപയോഗിച്ചോളാം. എന്നാലേ മോനെ ദീപക്കെ, ക്രീമൊന്നും ഏൽക്കാത്ത വേറൊരു പാമ്പുണ്ട്, രാജവെമ്പാല. അതിനെ പിടിച്ചോണ്ട് വന്നേ ഞാൻ നിന്റെ മുറിയിലോട്ടങ്ങ് വിടും. എടോ, പാമ്പിനും ഉടുമ്പിനുമൊക്കെ ചോദിക്കാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് രൂപ 50,000 താൻ തരുന്നോ അതോ ഞാൻ രാജവെമ്പാലയായിട്ട് വരണോ? വലിയ ധൈര്യത്തോടെ നെകളിപ്പോടെ നിന്ന ദീപക്കിൻ്റെ മുഖഭാവം അങ്ങ് മാറി. വേണ്ട, ഞാൻ ക്യാഷ് ഇന്ന് തന്നെ എത്തിച്ചേക്കാം. അങ്ങനെ വഴിക്ക് വാ എന്നും പറഞ്ഞ് അയാൾ അങ്ങ് പോവുകയാണ്.
കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കിച്ച പോലായിപ്പോയി ദീപക്കിന് കിട്ടിയ പണി. ഋതികയും രാജുവും കൂടെ ബൈക്കിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. പ്രതാപൻ പത്മാവതിക്ക് കൊടുത്ത ആ വിഷുക്കൈനീട്ടം കൊടുക്കാനുള്ള വരവാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അംബിക ഋതികയും രാജുവും കാണാതെ കാറിൽ വന്ന് അവിടെ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. അംബിക കാറിലിരുന്നോണ്ട് പറയാം, നല്ല വിഷു ആഘോഷം ഞാൻ ശരിയാക്കി തരാം, അമ്മേ കൈയൊന്ന് നീട്ടിക്ക്, രണ്ട് അച്ഛൻ തന്നുവിട്ടതാ ഇതൊക്കെ എന്നും പറഞ്ഞ് ഋതിക ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ അംബിക മൊബൈലിൽ വീഡിയോ ആയിട്ട് പകർത്തുന്നുണ്ട്. ഇതൊക്കെ അച്ഛൻ തന്ന വിഷുക്കൈ നീട്ടവാന്ന് പറയുമ്പോൾ പത്മാവതി അത് വാങ്ങി സന്തോഷത്തോടെ ഇങ്ങനെ രണ്ട് കണ്ണിലും തൊട്ടിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ സ്വീകരിക്കുവാണ്. ഈ അമ്മ മക്കൾ യൂണിയൻ ഞാൻ പൊട്ടിച്ചു തരാം. ഈ വീഡിയോ വെച്ച് പല കണക്കുകൂട്ടലുകളും അംബിക ഇങ്ങനെ ചെയ്യുവാണ്. ഋതിക ചോദിക്കും, അമ്മേ സന്തോഷമായോ? അതിന് സന്തോഷം എനിക്കല്ലല്ലോ മോളെ, സിസ്റ്റർ പവിത്രയ്ക്കല്ലേ. പ്രതാപേട്ടൻ വിഷുക്കൈ നീട്ടവും വിഷുക്കോടി കൊടുത്തതും പത്മാവതിക്കല്ലല്ലോ മോളെ. അത് കേട്ടിട്ട് രാജു പറയും, അമ്മ വിഷമിക്കാതെ, സാറിൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ ഞങ്ങൾ മാറ്റും. അടുത്ത വിഷുവിന് സാറ് പത്മാവതിക്ക് തന്നെ വിഷുക്കൈ നീട്ടവും വിഷുക്കോടിയും തരും. അമ്മയ്ക്ക് ഫോൺ ചെയ്തതിന് ശേഷം അച്ഛൻ അമ്മയെക്കുറിച്ച് പറഞ്ഞ എന്താണെന്ന് അറിയാവോ? അവളുടെ സംസാരം കേട്ടാൽ അറിയാം അവളൊരു നല്ല സ്ത്രീയാണെന്ന്. നല്ല മുല്ലപ്പൂ പോലെയുള്ള വാക്കുകൾ. നമ്മൾ ദേവിയുടെ തിരുനടയിൽ പോയി തൊഴുന്നത് പോലെയാ. മനസ്സിനൊരു വെളിച്ചം. അമ്മേ, സാർ അമ്മയോടൊപ്പം അടുത്തോണ്ടിരിക്കുവാണ്, ഇനി അധികം അകലമില്ല. അംബിക ഇതെല്ലാം വീഡിയോ എടുക്കുവാണ്. ഇവരാരും അംബികയോട്ട് കാണുന്നുമില്ല. പത്മാവതി പറയാ, ആ അംബിക എന്ന ബാധ എന്ന് പ്രതാപേട്ടനെ വിട്ടു പോകുന്നോ അന്ന് മാത്രമേ പ്രതാപേട്ടൻ പത്മാവതിയെക്കുറിച്ച് ചിന്തിക്കൂ. പക്ഷേ അവൾ മരണം വരെ പ്രതാപേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതിനൊരു സംശയം വേണ്ട മക്കളെ. അങ്ങനെ അംബിക അവർക്കെതിരെയുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് അവിടുന്ന് പോയി കഴിഞ്ഞു. ബുദ്ധിയുള്ളവരാണെന്ന് വിചാരിക്കുന്ന രാജുവിനും ഋതികയും അവർ ചിന്തിച്ചിരിക്കണമായിരുന്നു അംബിക അവരുടെ പുറകെ വരുമെന്നും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുമെന്ന്. ഓവർ കോൺഫിഡൻസ് ആണ് ഈ എല്ലാം വഴിതെറ്റിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് വിഷുസദ്യ കഴിക്കുവാണ്. വളരെ സന്തോഷത്തോടെ വിഷുസദ്യ വിളമ്പുവാണ് യാമിനിയും ശേഖരനും ഋതികയും. വേണുവേട്ടൻ പറയാ, ശേഖരൻ സാറിനും യാമിനി മേഡത്തിനും മൃദുമോക്കൂടെ ഞങ്ങളോടൊപ്പം ഇരിക്കാമായിരുന്നു. ശേഖരൻ പറയാം, അതൊന്നും കുഴപ്പമില്ല വേണുവേട്ട, ഞങ്ങളും കൂടി ഈ കൂട്ടത്തിൽ ഇരുന്നില്ലെന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ. അത് ശേഖര, നീ പറഞ്ഞത് ന്യായവാ എന്നിങ്ങനെ പ്രതാപനും പറയാം. ജയനിങ്ങനെ സദ്യ കഴിക്കുന്ന കൂട്ടത്തിൽ പറയാം, ഇതിൽ പല കറികൾക്കും രാധമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ. ചിരിച്ചോണ്ട് യാമിനി പറയാം, കൊള്ളാലോ രാധമ്മയുടെ മരുമോനെ, ഇതിലെ മിക്ക കറികളും ഉണ്ടാക്കിയത് രാധമ്മ തന്നെയാ. പ്രതാപനും ഏറ്റുപിടിക്കുന്നുണ്ട്, അതാ ഒരു പ്രത്യേക ടേസ്റ്റ്. എന്ന് വെച്ച് എൻ്റെ അനിയത്തി യാമിനിയെ ഞാൻ വില കുറച്ചൊന്നും കാണുന്നില്ല. പ്രിയ ഇങ്ങനെ വലിയ ഗമയിലിരുന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ഇത് കണ്ടിട്ട് ഋതിക ചോദിക്കുന്നത്, പ്രിയേച്ചി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? പ്രിയ ഇപ്പം പഴയ ആളൊന്നും അല്ലല്ലോ, അംബികയുടെ പിയുടെ ഭാര്യയല്ലയോ. ആ ഒരു തലക്കനം ഗൗരവത്തിലിരിക്കുക. അത് കണ്ടിട്ട് വേണുവട്ടം പറയുക, ആഹാരം കഴിക്കുമ്പോഴേ വെറുതെ ആവശ്യമില്ല വാ തുറന്നേക്കരുതെന്ന് ഞാൻ കുട്ടിക്കാലം മുതലേ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതൊരു വളരെ സന്തോഷം നിറഞ്ഞ വിഷുവാണ്. ഇതെൻ്റെ അമ്മ രാധമ്മയുടെ വിഷുവാണ്. ഒരവസരം കിട്ടാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അംബിക. അവിടെ ഒരു അമ്മയമ്മോടെ ഒരു വിഷു, ഇവക്കിട്ട് ഇപ്പം തന്നെ ഒരു പണി കൊടുക്കണം. ഋതികെ, നീ ആ സിസ്റ്ററെ കണ്ടായിരുന്നോ? എന്തായിരുന്നു അവരുടെ പേര്? സിസ്റ്റർ പങ്കജാക്ഷി. അംബിക ഇടങ്കോലിടാൻ വരുവാണെന്ന് ഋതികയ്ക്ക് മനസ്സിലായി. ഋതിക പറയാ, അവരെ പങ്കജാക്ഷിയും പത്മാക്ഷിയും ഒന്നും അല്ല, സിസ്റ്റർ പവിത്ര. യാമിനി ശേഖരനോട് പതുക്കെ പറയാം, നല്ലൊരു വിഷുവാ. ഈ വിഷു അലങ്കോലമാക്കാൻ ഈ പെണ്ണുമ്പിള്ള എന്തോ ഒരു പാര പണിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അല്ല ഋതികെ, പ്രതാപൻ തന്ന വിഷുക്കൈ നീട്ടവും വിഷുക്കോടിയൊക്കെ ആ സിസ്റ്റർക്ക് നീ കൊണ്ടുപോയി കൊടുത്തോ? ഞാൻ കൊണ്ടുപോയി കൊടുത്തു എന്നിങ്ങനെ ഋതിക പറയുമ്പോൾ, എന്നാലൊരു കാര്യം ചെയ്യണേ, സിസ്റ്റർ പവിത്രയോട് ഒരു ദിവസം ഇങ്ങോട്ടൊന്ന് വരാൻ പറയണേ. ഇങ്ങോട്ട് വരുമ്പോഴേ എൻ്റെ ആങ്ങളെ പ്രതാപൻ കൊടുത്ത വിഷുക്കോടി കൊടുത്തോണ്ട് വരാനും പറയണം കേട്ടോ. അംബിക എന്തോ ദുരുദ്ദേശത്തോടാണ് ഈ പറയുന്നതെന്ന് രാജുവിന് ഋതികയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. പരമയോഗ്യതയായ ചേച്ചി പറയുന്നതല്ലയോ കാര്യം. പ്രതാപൻ പറയാം, അപ്പോൾ എന്നെപ്പോലെ ചേച്ചിക്കും ആ സിസ്റ്ററിനെ വലിയ കാര്യമല്ലേ? അതെന്താ പ്രതാപ നീ അങ്ങനെ ചോദിച്ചത്? നിന്നെ അത്രത്തോളം സ്നേഹത്തോടെയും കാര്യത്തോടെയും പരിചരിച്ച ആ സ്ത്രീയെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ വളരെ ബഹുമാനത്തോടെയാ അവരെ കാണുന്നത്. എനിക്ക് അവരെ ഒരു തരത്തിലും ഇഷ്ടപ്പെടാതിരിക്കാനാവില്ല. ഇന്നിവൻ്റെ വിഷുസദ്യ ഞാൻ കലക്കി തരാവടാ എന്നുള്ള പ്ലാനോട് അംബിക പറയാം. ഒരു പക്ഷേ ആ പത്മാവതി ഉണ്ടായിരുന്നെങ്കിൽ അവൾ ചെയ്യേണ്ട കാര്യങ്ങളാ ആ സിസ്റ്റർ പവിത്ര നിനക്ക് വേണ്ടി ചെയ്തത്. ഇത്രയൊന്നും കൊടുത്താൽ പോരാ, കുറച്ചുകൂടി ഇവന് കൊടുത്തേ പറ്റൂ. എടാ മോനെ, പത്മ നിന്നെ ഉറക്കത്തിൽ പോലും വഞ്ചിച്ച് കടന്നവളല്ലേ? പ്രതാപനൊരു ചാട്ടം. ഒന്ന് നിർത്തുന്നുണ്ടോ? ആ പേരോട് ഉച്ചരിച്ചു പോകരുന്ന പലവട്ടം ഞാൻ നിങ്ങളോടൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാ. നാശം എന്നും പറഞ്ഞ സദ്യയുടെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട്, ശേഖര എന്നെ എൻ്റെ റൂമിലോട്ടൊന്ന് കൊണ്ടുപോയിക്കേ.
ശരി ചേട്ടാ എന്നും പറഞ്ഞ് വീൽ ചെയറിൽ ശേഖരൻ ഇങ്ങനെ പ്രതാപനെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ അങ്ങനെ വിഷുസദ്യ കഴിച്ചുകൊണ്ടിരിക്കുക. അംബിക മനസ്സിൽ ഉദ്ദേശിച്ച പ്ലാൻ അവിടെ നടന്ന് ആകെ അലങ്കോലമാക്കി. യാമിനിക്കോ വന്നത് ദേഷ്യം. നിങ്ങൾ എന്തൊരു സ്ത്രീയാ, നിങ്ങൾക്ക് തൃപ്തിയായോ, എന്തൊരു മഹാമാരണമാ നിങ്ങൾ എടി എന്നിങ്ങനെ അംബിയെ വിളിക്കുമ്പോൾ യാമിനി ദേഷ്യത്തോടെ പറയാണ്ട് സെന്റിമെന്റ്സ് ഇറക്കി ചേട്ടനെ പറ്റിക്കുന്ന പോലെ എൻ്റെ നേരെ അങ്ങ് വന്നേക്കല്ലേ. ഋതിക പറയേ ഇവർക്ക് മരണവും ഇല്ലല്ലോ, മറ്റുള്ളവരെ ദ്രോഹിക്കാനുണ്ടായ ഒരു ജന്മം, ഇവര് സാക്ഷാൽ ഒരു സൈനൈഡ് തന്നെ. പ്രതാപൻ അങ്ങനെ റൂമിൽ ചെന്നിരുന്ന പത്മാവതിയുടെ കാര്യങ്ങൾ ഓർക്കുക. പ്രതാപൻ പുറത്തു പോയിട്ട് വരുമ്പോൾ പത്മാവതിയുടെ മുറി അംബിക പുറത്തുനിന്നും പൂട്ടിയിട്ട് പ്രതാപനെ വിളിച്ചുകൊണ്ടുവന്ന് റൂം തുറന്ന് കാണിക്കുമ്പോൾ അകത്ത് പത്മാവതിയും ജഗന്നാഥനും കൂടി നിൽക്കുന്നതാണ് കണ്ടത്. അംബിക പ്രതാപനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുമായിരുന്നു. പത്മാവതിയും ജഗനും തമ്മിൽ അടുപ്പത്തിലാണെന്ന്. പത്മാവതിയും ജഗനെ നേരിട്ട് കണ്ട പ്രതാപൻ അംബിക പറഞ്ഞതങ്ങ് വിശ്വസിച്ചു. സ്വന്തം അമ്മയെപ്പോലെ കണ്ട് സ്നേഹിച്ച ചേച്ചിയല്ലേ, ചേച്ചി പറഞ്ഞതാണ് സത്യമെന്നാണ് പ്രതാപൻ കരുതിയത്. അന്നും ഇന്നും പ്രതാപൻ ചേച്ചിയാണ് വിശ്വസിക്കുന്നത്. അതോട് ജീവിതവും തകർന്നെന്നുള്ള കാര്യം പ്രതാപൻ ഇപ്പോഴും മനസ്സിലായില്ല. പ്രതാപൻ മരിക്കുവോളം അത് മനസ്സിലാക്കത്തതുമില്ല. അങ്ങനെ ഓർത്തോണ്ടിരിക്കുന്ന പ്രതാപൻ്റെ അടുത്തോട്ട് ഋതിക ചെന്നിട്ട് ചോദിക്കുന്നു, അച്ഛന് എന്താ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചത്. അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഇത്രയും ആയില്ലേ അച്ഛാ. അമ്മയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അച്ഛൻ എന്തിനാ ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്. അതെൻ്റെ ഹൃദയത്തിലെ ഉണങ്ങാത്തൊരു മുറിവായതുകൊണ്ടാണ്. അതെൻ്റെ മനസ്സിൽ കടന്നിങ്ങനെ നിരന്തരം നീറുവാണ്. അതെനിക്കൊരു മാരകമായ വേദനയുണ്ടാക്കുന്ന മുറിവാണ്. അതിൻ്റെ ആഴം എത്രയാണെന്ന് വല്ലതും നിനക്കറിയാവോ അച്ഛാ? അത് അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരോ ചെയ്ത ഒരു ചതിയായിരുന്നു അത്. ഒരിക്കലുമല്ല, എൻ്റെ ഈ 2 കണ്ണുകളാണ് സാക്ഷി. അത് നിനക്കറിയാവോ? അയ്യോ എൻ്റെ അച്ഛനെ ഞാൻ എങ്ങനെ പറഞ്ഞാ ഒന്ന് മനസ്സിലാക്കുന്നത്? നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണ്ട ഋതികേ. അതിലെ സത്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞതാ. ഞാൻ ഈ പറയുന്നതൊക്കെ നിനക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം നീ ഒരു മകളും മറ്റേത് നിൻ്റെ അമ്മയുമാണ്. അമ്മയെ പറഞ്ഞാൽ മകൾക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലല്ലോ. അതൊരു അപവാദമായിട്ട് നീ കരുതൂ അച്ഛാ. എങ്കിൽ അതൊരു അപവാദമാണച്ഛാ, അല്ലെന്നല്ലേ പറഞ്ഞത്. എന്നെ ആരും തിരുത്താൻ നോക്കണ്ട, ഞാൻ തിരുത്തി ചിന്തിക്കുകയില്ല. നിനക്കറിയാവോ, ജീവന് തുല്യം സ്നേഹിച്ച ഒരാൾ നമ്മളോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്തുവെന്നറിഞ്ഞാൽ ശരിക്കും ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ഒരു ശാപം പിടിച്ച നിമിഷമാണ്. ഉണ്ടായിരുന്ന സ്നേഹം അത്രയ്ക്ക് ഇരട്ടി വെറുപ്പായി തോന്നും. സ്വയമേ പോലും വെറുപ്പ് തോന്നും. നമ്മുടെ സമനില പോലും തെറ്റിപ്പോകുന്ന ഒരു നിമിഷമാണ്. ആ അറപ്പും വെറുപ്പും വിദ്വേഷവും എരിഞ്ഞു ജ്വലിക്കുന്ന കനലായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുക. ഇനി അതാര് കെടുത്താൻ നോക്കിയാലും അത് കെടില്ല. ചതി സഹിക്കാവുന്നതാണ്. പക്ഷേ ഒരു മനുഷ്യനെ ഇതിനപ്പുറം അപമാനിക്കാനുണ്ടോ? എൻ്റെ വ്യക്തിത്വത്തെയും പുരുഷത്വത്തെയും അല്ലയോ അവൾ വെല്ലുവിളിച്ചത്. കരഞ്ഞോണ്ട് ഋതിക പറയാം, അച്ഛാ ഞാനൊന്നും പറയട്ടെ, സ്റ്റോപ്പ് ഇറ്റ് എന്നും പറഞ്ഞ് അലറുവാണ് പ്രതാപൻ. നീ ഒന്നും എന്നോട് പറയണ്ട, എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കുകയും വേണ്ട. എന്നെ പരിപാലിച്ച പവിത്ര എന്ന നേഴ്സ് ദൈവമാണെങ്കിൽ നിന്റെ അമ്മ പത്മാവതി ഉണ്ടല്ലോ, അവൾ എനിക്ക് പിശാച. രണ്ടും ഒരാൾ തന്നെയാണെന്ന് അച്ഛനോട് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഋതിക പറയാനായിട്ട് അച്ഛാ എന്ന് വിളിക്കുമ്പോഴേ പ്രതാപൻ പറയുന്നു, ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ, എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. സങ്കടത്തോടെ ഋതിക വന്നിങ്ങനെ പുറത്ത് ചെയറിലിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് അംബിക അടുത്ത് വന്ന് കളിയാക്കലോടെ ചിരി, എന്നാ കുടിച്ചോ, നിനക്ക് കലിയളകണ്ട, കനപ്പിച്ച് കെട്ടി നോക്കുകയും വേണ്ട, നിന്റെ ഉള്ളിൽ എരിയുന്ന കനലൊക്കെ ഒന്ന് അണയട്ടെ, നീ ഇത് കുടിക്ക്, നല്ല തണുത്ത ഐസ് പോലത്തെ വെള്ളവാ, മൺകൂജയിലെ ചരലിട്ട് സൂക്ഷിച്ച വെള്ളവാ. എന്നാലേ ചരലിട്ട് സൂക്ഷിച്ച വെള്ളവേ നിങ്ങൾ തന്നെ അങ്ങ് കുടിച്ചാൽ മതി. ആണോടി, എന്നാൽ വളരെ സന്തോഷം എന്നും പറഞ്ഞ് അംബിക ഇങ്ങനെ വെള്ളം കുടിച്ച് ഋതികയെ കാണിക്കുവാണ്. അല്ല ഋതികെ, നിന്റെ തന്തയുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? എടി, നീ എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും നിന്റെ തള്ള പത്മാവതിയോടെ പ്രതാപൻ ഇപ്പോഴും വെറുപ്പാ. എന്താ ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ അച്ഛൻ പറഞ്ഞത് നീ കേട്ടില്ലേടി? ഋതിക ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റിട്ട് അംബികയോട് പറയാ, എൻ്റെ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചതും എൻ്റെ അമ്മയെ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതും നിങ്ങൾ ഒറ്റയൊരുത്തിയാ. അതേടി ഋതികെ, എന്താ അതിന് സംശയം? അതെല്ലാം ചെയ്തതേ ഞാൻ തന്നെയാ. ഈ കാണുന്നതെല്ലാം എൻ്റെതാ, ഇതെൻ്റേതാക്കി മാറ്റി ഞാൻ. അതിന് അവളൊരു തടസ്സമായിരുന്നു, അതുകൊണ്ടാ ഞാൻ അവളെ പുറത്താക്കിയത്. ഇനി പത്മ തന്നെയാ അവനെ ചികിത്സിച്ചതെന്ന് അറിഞ്ഞാൽ അവൻ അവൻ്റെ ഈ 2ാം ജന്മത്തെയും വെറുക്കും. അത്രയ്ക്ക് വെറുപ്പാ അവന് നിന്റെ അമ്മ പത്മയെ. നീ എത്രയൊക്കെ കിടന്ന് കിണഞ്ഞങ്ങ് ശ്രമിച്ചാലും പത്മയെ വെള്ളപൂശാനുള്ള നിന്റെ ശ്രമം നടക്കാൻ പോകുന്നില്ലേ. അതിന്റെ കാരണം എന്താണെന്നറിയാം? അച്ഛൻ്റെയും മകളുടെ ഇടയ്ക്ക് ഞാൻ ഉണ്ടായിരിക്കും, എന്നും ഈ അംബിക ഉണ്ടായിരിക്കും. ഈ അംബികയുടെ ആജ്ഞ അനുസരിക്കുന്ന വെറും ഒരു കുട്ടി കുരങ്ങനാടി നിന്റെ അച്ഛൻ പ്രതാപൻ. ചാടിക്കളിക്കടാ കൊച്ചുരാമ എന്നുള്ള പാട്ടുപാടിയേ അവനെ ഞാൻ
കണ്ടിട്ട് കുരങ്ങ് കളിപ്പിക്കും. ഋതിക ദേഷ്യത്തോടെ പറയാ, "ദേണ്ടേ, നിങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നതേ നിങ്ങൾ പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് മാത്രമാ. നിന്നോട് ഇനി ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ലടി അംബിക" എന്നിങ്ങനെ പറയുമ്പോൾ എടി എന്നും പറഞ്ഞ അംബിക കൈപൊക്കുവാണ്. കൈക്ക് കയറി ഋതിക മുറുക്കെ അങ്ങ് പിടിച്ചു. നിങ്ങളുടെ ശല്യം സഹിക്ക വയ്യാതാവുമ്പോൾ ഒരു മനുഷ്യജീവി പോലും അറിയാതെ നിങ്ങളുടെ മുറിയിലിട്ട് നിങ്ങളെ ഞാൻ കൊല്ലും. എവിഡൻസ് മുഴുക്ക നിങ്ങളുടെ മകൻ്റെ പേരിലാക്കി നിങ്ങളെ കൊന്നത് അവനാണെന്ന് വരുത്തി ഞാൻ അവനെ സെൻട്രൽ ജയിലിൽ അടപ്പിക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഋതികയുടെ ആ ഒരു ഭാവമാറ്റം കണ്ട് അംബിക ഞെട്ടിവറച്ച് നിൽക്കുവാണ്. ഇത് വെറും മനസമാധാനത്തിന് വേണ്ടിയോ ഞാൻ ജയിക്കാൻ വേണ്ടി പറയുന്ന പാഴ്വാക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും രക്ഷിക്കാൻ എനിക്കത് ചെയ്തേ പറ്റൂ. അപ്പോൾ ഫ്രണ്ട്സ്, എത്രയോ നല്ല തീരുമാനമാണ് ഋതിക എടുത്തിരിക്കുന്നത്. ഇനി ഒട്ടും വൈകിക്കാതെ ഋതിക എത്രയും പെട്ടെന്ന് തീരുമാനം നടപ്പിലാക്കട്ടെ. അങ്ങനെ നടപ്പിലാക്കും എന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത റിവ്യൂവിൽ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.